വിശുദ്ധ റമദാൻ അവസാന മണിക്കൂറുകളിലേക്ക് കടന്നതോടെ പ്രതീക്ഷയുടെ പൊൻകിരണവുമായി ഈദുൽ ഫിത്തറിനെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് ഇസ്ലാം മതവിശ്വാസികൾ. ആകാശച്ചിരുവിൽ പൊന്നമ്പിളി കലതെളിയുന്നതോടെ വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷങ്ങളിലേക്ക് പ്രവേശിക്കും. ഷഅബാന്റെ അവസാന സന്ധ്യയിൽ വിരുന്നുവന്ന ശവ്വാൽ പുലരിയിലേക്ക് വെളിച്ചം വീശുന്ന ചന്ദ്രക്കല പിറവി വരെ നീണ്ടു നിൽക്കുന്ന വിശുദ്ധ യാത്രയാണ് ഇസ്ലാം മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം റമദാൻ. തെറ്റുകൾ ഏറ്റുപറഞ്ഞ് മനസ്സുകളെ ശുദ്ധീകരിച്ച് റമദാന്റെ പുണ്യം തേടി അവസാന മണിക്കൂറുകളിലും പള്ളികൾ വിശ്വാസികളെ കൊണ്ട് സമ്പന്നമാണ്. പെരുന്നാൾ ദിനത്തെ വരവേൽക്കാനുള്ള പുത്തൻ ഉടുപ്പുകൾ വാങ്ങാൻ മാർക്കറ്റുകളിലും തിരക്ക് ദൃശ്യമാണ്. കേരളത്തിൽ മാർച്ച് 2-നാണ് റമദാൻ നോമ്പ് ആരംഭിച്ചതെന്നതിനാൽ ഇന്ന് മാസപ്പിറവി ദൃശ്യമായാൽ നാളെ വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കും. ഇല്ലെങ്കിൽ റമദാൻ 30 പൂർത്തിയാക്കി ഏപ്രിൽ 1-നായിരിക്കും ചെറിയ പെരുന്നാൾ. വ്രതശുദ്ധിയുടെ നാളുകൾക്ക് പരിസമാപ്തി കുറിച്ചുകൊണ്ട് ചെറിയ പെരുന്നാൾ വിരുന്നെത്തുന്നതോടെ ഒത്തുചേരലിന്റെയും ദാനധർമ്മങ്ങളുടെയും ആഘോഷമായി മാറും. അല്ലാഹു അക്ബർ തക്ബീർ ധ്വനികളാൽ മസ്ജിദുകൾ മുഖരിതമാകും. പെരുന്നാൾ രാവ് പിറന്നാൽ വിശ്വാസികൾ ഫിത്വർ സക്കാത്ത് വിതരണം ചെയ്യുന്ന തിരക്കിലേക്ക് കടക്കും. പെരുന്നാൾ ദിവസം വീട്ടിലുള്ളവർക്ക് ഭക്ഷണം കഴിക്കാനുള്ളത് കഴിഞ്ഞ് മിച്ചം പിടിക്കാൻ കഴിവുള്ള മുഴുവൻ വിശ്വാസികളും ഫിത്വർ സക്കാത്ത് നൽകണം. ആ നാട്ടിലെ ഭക്ഷ്യധാന്യമാണ് അർഹതപ്പെട്ടവർക്ക് ഫിത്വർ സക്കാത്തായി നൽകേണ്ടത്. ഓരോ വീട്ടിലെയും കുട്ടികളടക്കം മുഴുവൻ അംഗങ്ങളും ഏകദേശം 2.5 കിലോഗ്രാം വീതം ഭക്ഷ്യധാന്യമാണ് ജാതിമത വ്യത്യാസം നോക്കാതെ അർഹതപ്പെട്ടവർക്ക് നൽകേണ്ടത്. സന്തോഷത്തിന്റെ ഈദുൽ ഫിത്വർ സമാഗതമാകുമ്പോൾ ഒരു വീട്ടിൽ പോലും വിശന്ന് കഴിയുന്നവർ ഉണ്ടാകരുതെന്ന് നിർബന്ധമാണ് ഫിത്വർ സക്കാത്ത് നൽകുന്നതിന്റെ വീക്ഷണം. പെരുന്നാൾ ദിനം പുതുവസ്ത്രങ്ങൾ അണിഞ്ഞും സൗഹൃദങ്ങൾ പുതുക്കിയും ഒത്തുചേരലിന്റെ ഇടങ്ങൾ കൂടിയാകും ഈദ് മുസല്ലകൾ. പള്ളികളിലും മൈതാനങ്ങളിലും ഈദ് പ്രാർത്ഥനകൾ നടക്കും. ഇത്തവണത്തെ ഈദ് പ്രാർത്ഥനകളിൽ മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരായ സന്ദേശം നൽകും. മനസ്സും ശരീരവും സൃഷ്ടാവിന്റെ പ്രീതിക്കായി സമർപ്പിച്ച ഒരു മാസത്തെ വ്രതാനുഷ്ഠാനത്തിന്റെ വിജയകരമായ വിളംബരം കൂടിയാണ് പെരുന്നാൾ ആഘോഷം. റമദാൻ മാസത്തിൽ നിന്ന് ആർജിച്ചെടുത്ത ചൈതന്യം അടുത്ത 11 മാസവും നിലനിർത്തുകയാണ് ഓരോ വിശ്വാസികളുടെയും ഇനിയുള്ള ബാധ്യത. ന്യൂസ് മലയാളം, കൊച്ചി.